لحضرة سيدنا مصطفى محمد صلى الله عليه وسلم سيدنا محمد بن الواصي رضي الله عنه جميع مشايخنا وأساتذتنا وأستاذنا أساتذة بحر العلوم رضي الله تعالى عنه وإلى حضرة وفنا وشيخنا اللهم إلى حضرة وفنا وشيخنا وسندنا أستاذنا السيد علي بن أستاذ رضي الله عنه جميع مشايخنا وأساتذتنا كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. മഹാനായ ഇനി നമ്മൾ പറയാൻ പോകുന്ന മുഹമ്മദ് ബിൻ വാസി റളിയല്ലാഹു അൻഹുവിനെ പറ്റിയാണ്. മുഹമ്മദ് വാസി റഹിമഹുല്ലാഹ് കാന ഫീ വഖ്തിഹി അദീമൻ നളീർ. മൂപ്പര കാലഘട്ടത്തിൽ നിസ്തുല്യനായിരുന്നു, തുല്യതയില്ലാത്ത ആൾ. ഒരുപാട് ആൾക്കാർക്ക് ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്. وقد خدم كثيرا من التابعين تصرف بصحبة طائفة عظيمة من المشايخ رضي الله عنهم. ഒരുപാട് മശായിഖന്മാരുമായി കൊണ്ട് സുഹബത്തുള്ള ആളാണ്. കാനലഹു ശരീഅത്തി വതരീഖത്തി ഹംദുൻ വാസിറുൻ. വലിയ സൗഭാഗ്യമുള്ള ആളാണ് തരീഖത്തിലും ശരീഅത്തിലും. കാന ഫി ദിയാദത്തി. മൂപ്പര് ശരീരത്തിനെ ശൈത്യമാക്കി എടുക്കുന്നതിൽ, പരിശീലനമാക്കുന്നതിൽ ബിഹൈസു യബല്ലുൽ ഖുബ്സ. വേറൊന്ന് ചെറിയൊന്ന് കാണുന്നു. ബിഹൈസു യബല്ലുൽ ഖുബ്സ് ബിൽ മാ. മഹാനവറുകൾ റിയാദയിലൊക്കെ പത്തിരി കഴിക്കണമെങ്കിൽ അതിന് ചാറാക്കുന്നത് മഹാനവറുകളുടെ കണ്ണുനീരാണ്. എന്നിട്ട് അതിനെ ഇങ്ങനെ കഴിക്കും. യബുല്ലുൽ ഖുബ്സ ബിൽമാ. കണ്ണുനീരല്ല, യബുല്ലുൽ ഖുബ്സ പത്തിരി നനച്ച് ഇന്ന് വെള്ളം കൊണ്ട് യക്കുലു. എന്നിട്ട് അതിനെ കഴിക്കും. യഖൂലു മൻ ഖനഅ ബിഹാദാ യസീറു ഗനിയ്യൻ അനിൽ ഖാൽഖ്. ഇങ്ങനെയുള്ള പത്തിരി ഒന്നോ രണ്ടോ കൊടുത്തിട്ട് കുബൂസ് അടിച്ചിട്ട് വെള്ളം നനച്ച് തിന്നാലേ ജനങ്ങളിലേക്ക് പിന്നെ ആവശ്യം വരില്ലല്ലോ. സൃഷ്ടികളത്തിട്ട് ഐശ്വര്യവാനാകും. അള്ളാഹു താലയുമായി കൊണ്ടുള്ള അഭിസംബോധനത്തിൽ അവർ പറയും വല്ലപ്പോഴൊക്കെ, ഇലാഹി കജിയാനുനി ജാഹിയൻ ആരിയ. പടച്ചോനെ, എന്നെ നീ വിശപ്പുള്ളവനാക്കി, അർത്ഥനഗ്നനാക്കി, കൽമഹിബീൻ, നീ ഇഷ്ടപ്പെടുന്നവരെ പോലെ. ഫബിമ വസൽതു ഇലാ ഹാദൽ മഖാം. ഞാൻ ഈ മഖാമിൽ എങ്ങനെ എത്തി എനിക്കറിയാം. ഫബിമ അദറക്തു ഹാദൽ ഹാൽ. ഈ അവസ്ഥ ഞാൻ എങ്ങനെ എത്തിച്ചു. ഹത്താ യകൂന ഹാലി മിത്ല ഹാലി മുഹിബ്ബിക്. പടച്ചവനെ, നിന്റെ മുഹിബ്ബീങ്ങളിൽപ്പെട്ട ആൾക്കാരെ കാന ഫീ ബഅദൽ അയ്യാം യഅതി ഇലൽ ഹസനിൽ ബസരിയിലേക്ക് വരും ചിലപ്പോഴൊക്കെ. അസ്ഹാബിനോടുകൂടെ വരും. മിൻ ഗായത്തിൽ, വിശന്നിട്ടായിരിക്കും വരും. വല്ലതും ഉണ്ട് കഴിക്കും. സാലിഹ്യങ്ങളെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാനല്ല. മാഷാബി റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ തങ്ങളെ, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ വീട്ടിൽ വന്നിട്ട് നല്ലോണം ഭക്ഷണം കഴിച്ചില്ല. ഒരുപാട് കഴിച്ചു, ഭക്ഷണം നല്ലോണം കഴിച്ചു. അന്നല്ലേ ഒരുപാട് മസാല കണ്ടുപിടിച്ചു. ഹലാലായ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ലതാണ്. ഹലാലായ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാഹു തആലാന്റെ ഒരുപാട് ഫൈലാനുകളുണ്ടാകും. അതാണ് ചരിത്രമുള്ളതാണ്, വലിയ ചരിത്രമാണ്. അതിനെ എത്തിയിലെയുമല്ല അസൽ ബസരി. ചിലപ്പം അസൽ ബസരി ഇങ്ങോട്ടും വരും, പേറാകും. അപ്പോൾ ഇവരെ കാണും. യക്കുലൂനമേത്താഫി ബൈത്തി യഫറ. ഭക്ഷണം കഴിക്കുന്നതാണ് സന്തോഷം. കാരണം ഭക്ഷണം ഇല്ലാത്ത ആളാണ് മൂപ്പര്. അതിന് വല്ലതും കൊടുത്താൽ നല്ലോണമെങ്കിൽ കഴിക്കുള്ളൂ, അല്ലെ മാറ്റി വെക്കും. ഭക്ഷണത്തിന് വേറെ നല്ലതാണ്. വസന്നവനായിക്കൊണ്ട് പ്രഭാതത്തിലാകുന്നവന് സന്തോഷം. വസന്നവനായിക്കൊണ്ട് പ്രഭാതത്തിലാകും. നമുക്ക് ഭക്ഷണത്തിന്റെ മോളി ഭക്ഷണം. കാനമാഹാദ. ഇങ്ങനെ വശപ്പുള്ളതിനോടുകൂടെ, ഇതിനോടുകൂടെ മഹാനവറുകൾ റാദിയം മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് തൃപ്തിയുള്ള ആളാണ് ഭയങ്കരമായിട്ട്. മഹാനവറുകളോട് ഒരാൾ ഒന്ന് വസീയത്ത് ചെയ്താൻ പറയും.
فقال كيف يكون ذلك قال ازهد في الدنيا ദുനിയാവിലും ആഖിറത്തിലും നീ നേതാവാകാൻ പറ്റിയ സുൽത്താനാകാൻ പറ്റിയ ഒരു വസിയത്ത് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അതെങ്ങനെയാന്ന് ചോദിച്ചു. അതെങ്ങനെ വെച്ചാൽ ആൾക്കാരുടെ കയ്യിലുള്ളതിനെ തൊട്ട് സുഹൃതാവുക. ഇസ്ഹദ് ഫി ദുനിയാ വേണ്ട, ദുനിയാവിൽ നീ പരിത്യാഗിയാവുക, സുഹൃദുള്ളവനാവുക. ഫിദാ സഹത ഫിക, പരിത്യാഗി ആയിക്കഴിഞ്ഞാൽ തറാ നഫ്സക ഗനിയതൻ അനിൽ ഖൽഖ്, സൃഷ്ടികളെ തൊട്ട് ഐശ്വര്യവാനായിട്ട് കാണാൻ കഴിയും. തറാകും, നിനക്ക് അവരെ കാണും. യഹ്താജുന, എനിക്ക് അവർ നിന്നിലേക്ക് ഇങ്ങനെ വരും. ഇതാണ് ഈ സുൽത്താനത്ത് ഫി ദുനിയാ. മനസ്സിലായില്ല? ഇതാ ഹസലത്ത് ദാലിക ഹാദിഹി സുൽത്താന ഫി ദുനിയാ, ദുനിയാവിൽ ഇങ്ങനെ ആൾക്കാരുടെ അഭയകേന്ദ്രമായി നീ ജീവിക്കുകയാണെങ്കിൽ തർജു അൻ തസീറ സബബൻ ലിഹുസൂലി സുൽത്താനത്തി ഫിൽ ആഖിറ, അത് കാരണമായിക്കൊണ്ട് ആഖിറത്തിലും നിനക്കിങ്ങനെ രാജാവായി കഴിയാൻ കഴിയും. അൽഹാസിൽ ഇപ്പം അങ്ങനെ തന്നെ. ഖാലിൽ മാലിക് ബിൻ ദിനാർ തങ്ങളോട് പറഞ്ഞു, ഹിഫ്ദുൽ ലിസാൻ അസ്അബ് അനിന്നാസ് അലന്നാസ്, മനുഷ്യന്മാരെ നാവ് സൂക്ഷിക്കാൻ ഭയങ്കര പാട് കേട്ടോ മാലിക് ബിൻ ദിനാറേ, മനുഷ്യന്മാരെ നാവ് സൂക്ഷിക്കാൻ ഭയങ്കര പാടാണ് മുതൽ സൂക്ഷിക്കുന്നതിനൊക്കെ അല്ലേ. മനുഷ്യന്മാരെ വായ മൂടിക്കെട്ടാൻ ആർക്കും കഴിയും. അങ്ങനെ കിട്ട